അപ്പോൾ CPR ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രോഗിയോട് വലതുവശത്ത് ചേർന്ന് മുട്ടുകുത്തി നിൽക്കണം. മുട്ടുകുത്തി നിന്നിട്ട് നമ്മുടെ കൈ രണ്ടും ക്രോസ് ചെയ്ത് നമ്മുടെ ഡോമിനൻ്റ് ഹാൻഡ് മുകളിൽ വരത്തക്ക രീതിയിൽ കൈ രണ്ടും ക്രോസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ലോക്ക് ഈ ഭാഗം മടങ്ങരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് മുഴുവൻ നമ്മുടെ നെഞ്ചിലോട്ട് വരുന്ന രീതിയിലാണ് വരേണ്ടത്. 2 ഇഞ്ച് താഴ്ന്ന രീതിയിൽ മൂവ്മെൻറ്റ് വന്നാലേ നമുക്ക് ആവശ്യത്തിന് ഈ കിട്ടുകയുള്ളൂ. അത് ഒരു മിനിറ്റിൽ ഏകദേശം ഒരു 100 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ ചെയ്താലേ അത് എഫക്റ്റീവായിട്ടുള്ള CPR ആയി മാറുള്ളൂ. 100 എണ്ണം ചെയ്യണം. ഈ നമുക്ക് കംപ്രഷൻ പവർ ആഡിക്വേറ്റ് ആയിട്ട് കിട്ടിയാലേ അത് നമ്മുടെ ബോഡിയുടെ വെയിറ്റും കൂടി വെച്ചാൽ നമ്മൾ ക്ഷീണിക്കാതിരിക്കും. അപ്പോൾ നമ്മൾ ആൾക്കാരെ കൂടി വിളിക്കണമെന്നൊരു കാരണം വെച്ചാൽ 2 മിനിറ്റ്സ് ആണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന യൂഷ്വൽ ടൈം. അത് കഴിയുമ്പോൾ ആൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ 2 മിനിറ്റ്സ് കഴിയുമ്പോൾ അടുത്ത ആൾ നമ്മൾ ഏൽപ്പിക്കുന്നു. ഇത് സൈക്കിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതറിയാവുന്നുള്ളൊരു 2-3 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യക്ഷമമായിട്ട് ആളിനെ സഹായിക്കാൻ പറ്റും.